മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, എനിക്കിന്ന് കുറച്ച് ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു ഓർഡർ എന്ന് വെച്ചാൽ കുറച്ച് നെയിം സ്ലിപ്പിൻ്റെ ഓർഡേഴ്സാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ ഫുൾ കസ്റ്റമൈസ്ഡ് ഫോട്ടോ നെയിം സ്ലിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യണം. നമ്മൾ അടിയിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു റിംഗ് ആൽബത്തിൻ്റെ ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റെസിൻ കീ ചെയിൻ ഒരു ഓർഡറാണ്. അതിൽ നമുക്കൊരു 8-ൻ്റെ 18-ൻ്റെ പണി കിട്ടിയത് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. വീഡിയോ അപ്പോൾ മുഴുവൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ നെയിം സ്ലിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നത്. നെയിം സ്ലിപ്പ് നമുക്ക് കുറച്ച് പണിയുണ്ട് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫുൾ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫോട്ടോ നെയിം സ്ലിപ്പാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർ ഫോട്ടോ അയച്ചു തന്നിട്ട് നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ കസ്റ്റമർ പറയും ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, നെയിം, ക്ലാസ്, അതേപോലെ ഇപ്പോൾ ചില ആളുകൾ പറയും ഡിവിഷൻ വേണം, അതേപോലെ റോൾ നമ്പർ വേണം, സ്കൂൾ നെയിം, അങ്ങനെ ഫുൾ ഓരോന്ന് കറക്റ്റ് അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്താൽ മതി. ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ ആൾ ഹാപ്പി ആയിരുന്നു. ഇത് മതി, ഇതിൽ തന്നെ ചെയ്തോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. എത്ര പീസസ് വേണമെങ്കിലും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേഗം ഓർഡർ ചെയ്യുക. നമുക്ക് സ്കൂൾ തുറക്കാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന ഫോട്ടോസ് നമ്മൾ സൈഡിൽ ഇമേജസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ കാർട്ടൂൺ പിക്ചേഴ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ നെയിം സ്ലിപ്പൊക്കെ ഒരു ലാവൻഡർ ഒരു ടച്ച് വന്നിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. എന്തായാലും പിന്നെ അവസാനം അത് കട്ട് ചെയ്ത് കഴിയാത്തൊരവസ്ഥ വരെ എത്തിയിട്ട് അത്രയും നമുക്ക് നെയിം സ്ലിപ്പ് കട്ട് ചെയ്യാണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിരുന്നു. ആൾക്ക് കയ്യിൽ കിട്ടിയപ്പോഴും ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഹെവി ആയിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ 2 നെയിം സ്ലിപ്പിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ഓൾ ഇന്ത്യ ഡെലിവറി നമ്മളിൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ റിംഗ് ആൽബം ഫുൾ കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൽ ഹോൾ ഇടാനും അതുപോലെ തന്നെ റിങ് ഇടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. റിംഗ് ആൽബത്തിലും അതുപോലെ തന്നെ എത്ര പിക്ക് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ റെസിനാർട്ടിൽ നിന്നു. റെസിനാർട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം നല്ല മുട്ട മണി തന്നാണ്. നമ്മളൊരു കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞു, അത് ഫുൾ ഉണങ്ങി കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത്. അപ്പോൾ നമുക്കിതിലൊരു ഫോട്ടോ ഇമേജ് ആഡ് ചെയ്യാണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടി നമ്മളൊരു 24 hours വെച്ചാൽ സെറ്റ് ആവണ ഒരു സാധനം 48 hours വെച്ചിട്ട് സെറ്റായില്ല. അതുപോലെ തന്നെ ഒരു 3 days കഴിഞ്ഞിട്ട് പോലും സെറ്റായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഏകദേശം നന്നായിട്ട് മൂഞ്ചിയിട്ടുണ്ട്, നമുക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട്. പിന്നെ എനിക്കത് കളയേണ്ട അവസ്ഥ വന്നു. കയ്യിലൊക്കെ എന്തായാലും മുഴുവൻ അതായി ആകെ കൊഞ്ഞാട്ട അവസ്ഥയായി. അപ്പോൾ റെസിൻ യൂസ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് കയ്യിലാക്കിയേ ചെയ്യരുത്, നല്ല ഡേഞ്ചറാണ്. അതിനുശേഷം പിന്നെ ഞാനിതൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. റിംഗ് ആൽബം ആണെങ്കിലും അതുപോലെ തന്നെ നെയിം സ്ലിപ്പും എല്ലാം ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പിൻ ചെയ്യാം. എല്ലാവരും പോയിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക. അടിയിൽ നമ്മളെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യും ഇനി അടുത്തത് എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് വരുന്നത് വരെ ബൈ ബൈ.